ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, പ്രയാസ ഘട്ടങ്ങൾ വരുമ്പോൾ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? നിഷ്കളങ്കമായി മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് തേടാൻ വിശ്വാസികളെ നിങ്ങൾ തയ്യാറുണ്ടോ? അള്ളാഹുവിൻ്റെ സഹായങ്ങൾക്ക് ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ഉപമകൾ, ഒരുപാട് ഉദാഹരണങ്ങൾ അള്ളാഹു നിരത്തി കാണിച്ചു തന്നു. മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയനായിക്കൊണ്ട് വലിയ ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നപ്പോൾ വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയനായിക്കൊണ്ട് വലിയ ഒരു വിപത്തിൽ ചെന്നുപെട്ടപ്പോൾ, താൻ വലിയ ഒരു വിപത്തിൽ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വലിയ ഒരു മത്സ്യത്തിൻ്റെ വയറിനുള്ളിൽ അകപ്പെട്ടു. ഇനി എനിക്ക് രക്ഷയില്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് പോലും ആ മത്സ്യത്തിൻ്റെ വയറിനുള്ളിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ അല്ലന്ന ഖദിറ അലൈഹി, ഇനി ഒരാളും എന്നെ സഹായിക്കാനില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. എന്നിട്ടും അദ്ദേഹം പറയാണ് ലാ ഇലാഹ ഇല്ലാ അൻത, റബ്ബേ നീയല്ലാതെ ഒരു ആരാധന ഈ പ്രപഞ്ചത്തിനില്ല, ലോകത്തില്ല, സുബ്ഹാനക നീ പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അല്ലാഹുവേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി റബ്ബേ, അതുകൊണ്ട് ആ ഒരു തെറ്റിൻ്റെ പേരിൽ എന്നെ പിടിക്കരുതേ എന്ന് അല്ലാഹുവിനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു പറയാണ് ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം, ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന ഞാൻ കേട്ടു. വിശ്വാസികളാണോ? ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, കഷ്ടപ്പാടുകൾ വരും. ആ കഷ്ടപ്പാട് വരുന്ന സമയത്ത് അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചാൽ വിശ്വാസികളുടെ ആ പ്രാർത്ഥന ഞാൻ കേൾക്കുമെന്ന് അല്ലാഹു പറയാണ്. ഫസ്തജബ്നാ ലഹു, ഞാൻ ആ പ്രാർത്ഥന കേട്ടു. വനജ്ജയ്നാഹു മിനൽ ഗമ്മി, അദ്ദേഹം അനുഭവിക്കുന്ന ആ പ്രയാസത്തിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇതുപോലെ മുഴുവൻ വിശ്വാസികളെയും ഞാൻ രക്ഷപ്പെടുത്തും. അല്ലാഹു പറയാണ്, ഇതുപോലെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ഒരാളും എന്നെ സഹായിക്കാനില്ല എന്ന് തോന്നുന്ന സമയത്ത് നിഷ്കളങ്കമായി അള്ളാഹിനെ വിളിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞാൻ നിങ്ങളെ സഹായത്തിനുണ്ടാകും, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ, സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ, പ്രിയമുള്ളവരെ നിഷ്കളങ്കമായി കൊണ്ട് ജീവിക്കുക, പൂർണ്ണമായി ജീവിതം അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക. ജീവിതത്തിൽ ഈ ഒരു ആദർശത്തിൽ ഞാൻ നടന്നതിൻ്റെ പേരിൽ എനിക്ക് എന്ത് പ്രയാസം ഉണ്ടായിക്കോട്ടെ, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് എന്ന രൂപത്തിൽ പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.